സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ബൈബിളുള്ള എല്ലാവരും നിങ്ങളുടെ ബൈബിളുകൾ എടുക്കുക. യോഹന്നാന്റെ സുവിശേഷം അതിലുണ്ടോ എന്ന് നോക്കുക. യോഹന്നാന്റെ സുവിശേഷം അതിലുണ്ടോ? ഉള്ളതുകൊണ്ട് കാര്യമില്ല. ആ സുവിശേഷത്തിൽ 11-ാം അധ്യായം ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. 5-ാം വാക്യമുണ്ടോ എന്ന് നോക്കുക. എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ, ഒരു ദിവസം ഒരു സഹോദരി വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നതായ സമയത്ത് അവർ ഇങ്ങനെയൊരു വചനം വായിക്കുവാനിടയായി, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്തെപ്പോഴും നിങ്ങളുടെ ശത്രുക്കളോട് നിങ്ങൾ ക്ഷമിക്കുക എന്ന്. ഈ സഹോദരിക്ക് ഒരു ശത്രുവുണ്ട്, അവരോട് ക്ഷമിക്കാൻ ഒരിക്കലും കഴിയില്ല എന്ന് പറഞ്ഞിട്ട് എന്തു ചെയ്തെന്നറിയാമോ? ആ പേജ് വലിച്ചു കീറി. നിങ്ങളുടെ പണം പലിശയ്ക്ക് കൊടുക്കരുത് എന്ന വചനം വായിച്ചിട്ട് അതെങ്ങനെ കൊടുക്കാതിരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞിട്ട് ആ വചനം വലിച്ചു കീറിക്കളഞ്ഞു. എന്താണ്? അവർക്കിഷ്ടമില്ലാത്ത വചനമെല്ലാം വലിച്ചു കീറിക്കളഞ്ഞ് ബൈബിൾ അവസാനം ഒരു ചെറിയ പുസ്തകമായിട്ട് മാറി. നമ്മുടെ ഹൃദയ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നതാണ് വേദപുസ്തകം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമ്മെയാണ് ക്രമീകരിക്കേണ്ടത്, അല്ലാതെ ബൈബിൾ വലിച്ചു കീറുകയോ ബൈബിളിലെ വചനങ്ങൾ അനുസരിക്കാതെ ഇരിക്കുക ചെയ്യുന്നതല്ല. ശ്രദ്ധിക്കാം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 5-ാം വാക്യം. യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. യേശു കർത്താവ് മാർത്തയെയും അവളുടെ സഹോദരിയെയും, അതായത് മറിയയെയും ലാസറിനെയും സ്നേഹിച്ചു. യേശു നമ്മെ എല്ലാവരെയും സ്നേഹിക്കുന്നു. പിതാവായ ദൈവം ലോകത്തെ ഒരുപാട് സ്നേഹിച്ചതുകൊണ്ടാണ് തൻ്റെ ഏകജാത പുത്രനായ യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചത്. നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ അർപ്പിച്ചത് എന്തുകൊണ്ടാണ്? സ്നേഹമുള്ളത് കൊണ്ടാണ്. നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് എത്രയോ സന്ദേശങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നവരാണ്. എന്നാൽ ഈ ദിവസം നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കണം. യേശു ക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? സഹോദരി, നീ പാപം ചെയ്തതുകൊണ്ട് ദൈവം നിന്നെ വെറുക്കുന്നു, അവൻ നിന്നെ സ്നേഹിക്കുന്നതേ ഇല്ല. അതായത് നീ പാപം ചെയ്യുമ്പോൾ നിന്നെ കൈവിടുന്നു, അല്ലാത്തപ്പോൾ നിന്നെ സ്നേഹിക്കുന്നു എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? നല്ലോണം ആലോചിച്ച് പറയുക. എന്താണ്? ദേവദാസൻ കൺഫ്യൂസ് ചെയ്യുകയാണെന്നാണ് പറയുന്നത്. നിന്റെ യൗവനകാലത്ത് അവൻ നിന്നെ സ്നേഹിച്ചോ? പ്രായമുള്ളപ്പോൾ സ്നേഹിക്കുന്നുണ്ടോ? എപ്പോഴും സ്നേഹിക്കുന്നുണ്ടോ? സത്യമായും വിശ്വസിക്കുന്നുണ്ടോ? പിന്നെന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് കരയുന്നത്? എനിക്കാരുമില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എൻ്റെ ദുഃഖം ആർക്കും അറിയില്ല, ഇങ്ങനെയുള്ള വാക്കുകൾ നിങ്ങൾ പറയാറില്ലേ? നോക്കുക, നമുക്കറിയാം യേശുക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള വിഷയം. എന്നാൽ ഒരു രീതിയിലുള്ള നിശ്ചയമില്ലായ്മ അല്ലെങ്കിൽ സംശയം നമ്മളിൽ ഉണ്ടാകും. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെന്തുകൊണ്ടാണ് അവനെ പോലെ ഞാനും നന്നായിട്ടിരിക്കാത്തത് എന്ന് ചിന്തിക്കുന്നുണ്ടോ? എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മാത്രം എന്തുകൊണ്ട് ഫെയിലായി, മറ്റുള്ളവർ പാസ്സായി എന്ന് ചോദിക്കാറില്ലേ? ഇവിടെ 3 വ്യക്തികളെ നമുക്ക് കാണാം. 3 പേരും ഒരുപോലെയല്ല. ആരാണ്? മാർത്തയും മറിയയും ലാസറും. മാർത്തയെക്കുറിച്ച് നമുക്കറിയാം, ഏത് ജോലിയും ചെയ്യുവാൻ സന്നദ്ധ, ഏത് ജോലി ചെയ്യാനും മടിയില്ലാത്തവൾ. അതുമാത്രമല്ല, നല്ല സാമർഥ്യമുള്ളവൾ, തീക്ഷ്ണതയുള്ളവൾ. ചിലർക്ക് സാധാരണയായി ഏതു സമയത്തും നോക്കിയാലും അവർ വെറുതെ ഇരിക്കുകയില്ല, എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും. എപ്പോഴും ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, വരുമാനമുണ്ടാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതായ ആ ഒരു സ്വഭാവം സ്വാഭാവികമായിട്ടും ചിലർക്ക് കാണും. നിങ്ങൾ ഏത് സ്വഭാവ രീതിയിൽപ്പെട്ടവരാണെന്ന് ഇന്ന് തന്നെ മനസ്സിലാക്കണം. ഇത് 3 ഗണത്തിൽപ്പെട്ടതായ ആളുകളെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇതിൽ ഏത് ഗണത്തിൽപ്പെടുന്നവരാണ് നിങ്ങളെന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കണം. അതായത് എന്താണെങ്കിലും ശരി, ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള മനസ്സ് കാണിക്കുന്നവരുണ്ട്. എന്തെങ്കിലും ആരംഭിക്കുന്ന വ്യക്തികളാണോ? എന്തെങ്കിലും ചെയ്യുവാൻ ഒരുക്കമുള്ളവരാണോ? അതോ ഏത് കാര്യത്തിലും എപ്പോഴും ടെൻഷൻ അടിക്കുന്ന വ്യക്തികളുടെ കൂട്ടത്തിലുള്ളവരാണോ? വൈകാരിക സ്വഭാവമുള്ളവരാണോ? പെട്ടെന്ന് കോപിക്കുന്നവർ, പെട്ടെന്ന് സങ്കടപ്പെടുന്നവർ, പെട്ടെന്ന് ചിരിക്കുന്നവർ. എന്താണ്? ഏതു കാര്യത്തിലും ഇങ്ങനെ വേഗത്തിൽ പ്രതികരിക്കുന്ന ആളുകളുണ്ട്. ഇത് ഒരു കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ്. അടുത്ത ആളാണ് മറിയ. അവളുടെ വിചാരം എന്താണ്? ആരെന്തു ചിന്തിച്ചാലും എനിക്ക് പ്രശ്നമില്ല, എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണം, അവൻ്റെ വചനം കേൾക്കണം, ആ വചനം എൻ്റെ ജീവിതത്തിൽ ഹൃദയസ്ഥമാക്കണം, അതനുസരിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ജീവിക്കണം എന്നുള്ള തീരുമാനം അതാർക്കും തന്നെ അറിയില്ല. അവളുടെ ആ മഹത്വം നിങ്ങൾ എവിടെ നോക്കിയാലും ശരി,
രണ്ടു സന്ദർഭങ്ങൾ ശ്രദ്ധിച്ചാൽ അവൾ മറുതലിക്കേണ്ടതായ ഒരു സന്ദർഭം ഉണ്ടായിട്ട് പോലും അവിടെ അവൾ സംസാരിച്ചില്ല. അവളുടെ പക്ഷത്ത് നിന്ന് യേശുക്രിസ്തുവാണ് സംസാരിച്ചത്. ഇതൊരു ടൈപ്പ് ഓഫ് പീപ്പിൾസ് ആണ്. എത്ര കഷ്ടത വന്നാലും ബുദ്ധിമുട്ട് വന്നാലും എത്ര അപമാനമുണ്ടായാലും എല്ലാം സഹിച്ചുകൊണ്ട് നിശബ്ദതയോടെ ഇരിക്കുന്നതായിട്ടുള്ള ഒരു സ്വഭാവ രീതി, മൗനമായിരിക്കുന്നതായ ഒരു സ്വഭാവം, വേവലാതിപ്പെടാത്തതായ സ്വഭാവം. മൂന്നാമത്തെ ആളാണ് ലാസർ. ഇതേത് കൂട്ടത്തിൽപ്പെടുന്നു? ഞാൻ വിചാരിക്കുന്ന ഒരു ഡെമ്മിയുടെ കൂട്ടത്തിലാകുന്നു. എന്താണ്? ഇവനാണെങ്കിൽ ഒന്നും വകവെക്കത്തില്ല, ഒന്നും മൈൻഡ് ചെയ്യത്തില്ല. സഹോദരിമാർ വഴക്കുണ്ടാക്കിയാൽ പിന്നെ എനിക്കെന്താണ്? യേശു വന്നെന്നും പറഞ്ഞ് ഞാനെന്താണ് ചെയ്യേണ്ടത്? കർത്താവ് വരുന്ന സമയത്തും ആ വീട്ടിലുള്ളതായിട്ട് പറയപ്പെടുന്നില്ല. എപ്പോഴും ഉപേക്ഷ നിറഞ്ഞ ഒരു ജീവിതമാണ്, അലസമായ ജീവിതമാണ് കാണുന്നത്. ചില ആളുകളുണ്ട്, ഒരു ഉത്തരവാദിത്വം കാണത്തില്ല. അമ്മയുടെ കാര്യം അമ്മ നോക്കിക്കൊള്ളും, അപ്പൻ്റെ കാര്യം അപ്പൻ നോക്കിക്കൊള്ളും, അല്ലെങ്കിൽ ചേട്ടൻ്റെ കാര്യം ചേട്ടൻ നോക്കിക്കൊള്ളും, അനിയൻ്റെ കാര്യം അനിയൻ നോക്കിക്കൊള്ളും. ഒന്നും മൈൻഡ് ചെയ്യുകയില്ല. എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ കഴിച്ചിട്ട് അവിടെ മിണ്ടാതെ ഇരിക്കും. അല്ലാതെ എന്തെങ്കിലും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെയ്യുകയാകട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രയോജനകരമായ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നതാകട്ടെ, ഇവർക്കൊരിക്കലും മനസ്സ് കാണിക്കില്ല. എന്താണ്? ഒരു തരത്തിലുള്ള പ്രതികരണവുമില്ലാതെ ഇരിക്കും. ഇത് മൂന്ന് കൂട്ടത്തിൽപ്പെടുന്ന ആളുകളാണ്. നിങ്ങൾ ഇതിലേത് കൂട്ടത്തിൽപ്പെടുമെന്ന് തീരുമാനിക്കുക. ഒരുപക്ഷെ മാർത്തിയുടെ ഗുണങ്ങളും അതുപോലെ മറിയയുടെ ഗുണങ്ങളും രണ്ടും നിങ്ങളിൽ കാണാം. ഒരുപക്ഷെ 70% അതും 30% ഇതുമെന്ന്. അങ്ങനെയല്ല, മാക്സിമം എത്ര പെർസെൻറ്റേജ് നിങ്ങളിലുണ്ട്? 30% പാസ് മാർക്കല്ലേ? അതായത് 50% കൂടുതൽ മറിയയുടെ സ്വഭാവമാണെങ്കിൽ മറിയ, മാർത്തിയുടെ സ്വഭാവമാണെങ്കിൽ മാർത്ത, അല്ലെങ്കിൽ ലാസറിന്റെ സ്വഭാവമാണെങ്കിൽ ലാസറും ആയിരിക്കും. ഇതിൽ ആരുടെ ഗുണങ്ങളാണ് നിങ്ങളിൽ കൂടുതലുള്ളത്? പറയുക. യേശുക്രിസ്തുവിന് സൽക്കാരം കൊടുക്കുന്നതിന് വേണ്ടി അവനെ വീട്ടിലേക്ക് ക്ഷണിച്ച് അടുക്കളയിൽ ചെന്ന് അവന് വേണ്ടി ആഹാരം പാകം ചെയ്യാൻ പരിശ്രമിച്ചു. ഒരുപാട് വിശേഷ തരത്തിലുള്ള ആഹാരങ്ങൾ പാകം ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുവാനിടയായി. അടുക്കളയിൽ ചെന്ന് പണിയുന്ന സമയത്ത് കൈപൊള്ളിയോ കൈമുറിഞ്ഞോ എന്താണ് സംഭവിച്ചെന്ന് അറിയില്ല. പെട്ടെന്ന് അടുക്കളയ്ക്ക് വെളിയിലേക്ക് വന്നിട്ട്, ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ജോലി ചെയ്യുന്ന സമയത്ത് മറിയ നിന്റെ അടുക്കൽ നിന്ന് വചനം കേൾക്കുന്നു എന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് ചെയ്തു. എന്നാൽ ഈ കർത്താവ് അതിഥിയാണല്ലോ, കർത്താവിനോട് എന്തിനാണ് ഞാൻ പറയുന്നത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ സഹോദരിയോട് പറഞ്ഞാൽ പോരെ, കർത്താവിനോട് പറഞ്ഞാൽ കർത്താവ് എന്ത് വിചാരിക്കും എന്ന് അവൾ ഒന്നും തന്നെ ചിന്തിച്ചില്ല. അവളുടെ വായിൽ വന്നത് അപ്പോൾ തന്നെ പറയുവാനും ഇടയായി. മനസ്സിലുള്ളത് അതുപോലെ പറഞ്ഞാൽ മനുഷ്യർക്ക് നാം ശത്രുക്കളായി മാറും. ശരിയല്ലേ? എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മുടെ മനസ്സിലുള്ളതായ കാര്യങ്ങളെ വെളിപ്പെടുത്തുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. വെളിപ്പെടുത്തുമ്പോഴുണ്ടാകുന്നതായ സാഹചര്യത്തെ നേരിടുവാൻ കഴിയുന്നത് അതിനേക്കാൾ നന്മയാണ്. അവൾ പറയുന്നത് കേട്ടപ്പോൾ കർത്താവ് പറഞ്ഞു, മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി വിഷാദിച്ചും വിചാരപ്പെട്ടും നിന്റെ മനസ്സ് കലങ്ങിയുമിരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, മറിയ ഉത്തമമായത് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ശരി എങ്കിൽ ഞാനും വരാം എന്ന് പറഞ്ഞിട്ട് വെളിയിലോട്ട് വന്നു. അങ്ങനെ അവൾ ചെയ്തില്ല. അവളത് ആ ഉപദേശത്തെ അംഗീകരിച്ചു. ശരിയാണ്, അങ്ങ് പറയുന്നത് വളരെ ശരിയാണ്. കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് അവൻ്റെ വചനം കേൾക്കുന്നത് ഉത്തമമാണ്, ശരിയാണ്. ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കണം, അതിനുശേഷമാണ് ജോലിക്കാര്യം. ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടാതെ, ദൈവത്തോട് പ്രാർത്ഥിക്കാതെ നിങ്ങൾ ജോലി ചെയ്താൽ അത് അനുഗ്രഹിക്കപ്പെടില്ല എന്നവൾ പാഠം പഠിക്കുവാനിടയായി. നമുക്ക് അതൊന്നും അവിടെ കാണുവാൻ കഴിയുകയില്ല തീർച്ചയായും. എന്നാൽ അവൾ കൈകൾ കഴുകിയിട്ട് കർത്താവിൻ്റെ പാദപീഠത്തിൽ വന്നിരുന്നതിന് ശേഷം കർത്താവ് പറയുന്ന വചനങ്ങളെല്ലാം കേട്ടതിന് ശേഷമായിട്ട് തിരികെ ചെന്ന് തൻ്റെ ജോലി തുടർന്നു. അല്ലാതെ അത് ഉപേക്ഷിച്ച് കളഞ്ഞില്ല. കർത്താവിൻ്റെ വാക്കിനെ അനുസരിക്കുകയാണ് ചെയ്തത്. ചിലരാണെങ്കിൽ എന്തു പറഞ്ഞാലും എതിരായിട്ട് പ്രവർത്തിക്കാനിടയാകും. വേണ്ട, ഇപ്പോൾ ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ അന്ന് പറഞ്ഞല്ലെന്ന് പറഞ്ഞാൽ ഒരിക്കലും ചെയ്യില്ലെന്ന് പറയും. എന്താണ് ഈ കാലത്ത് നാം നോക്കുകയാണെങ്കിൽ എന്ത് പറഞ്ഞാലും നെഗറ്റീവായിട്ട് എടുക്കുന്ന ആളുകളെ കാണുവാൻ കഴിയും. എന്നാൽ മാർത്തയിലെ മഹത്വം എന്താണെന്ന് വെച്ചാൽ, അവളുടെ എടുത്തുചാട്ടം കണ്ടിട്ട്, അവളുടെ ആവേശം കണ്ടിട്ട് കർത്താവ് അവളെ ശാസിച്ചതിന് ശേഷം അവൾ പിന്നീട് കർത്താവിൻ്റെ സന്നിധിയിൽ വന്നിരുന്ന വചനം കേട്ട ശേഷം അവൾ മനസ്സിലാക്കി, എന്തു ചെയ്താലും ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം, അതിനുശേഷമായിരിക്കണം മറ്റു കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ലാസർ ഉയർത്തെഴുന്നതിന് ശേഷം എല്ലാവർക്കും ആഹാരം ഒരുക്കി കൊടുത്തു. ആ സമയത്ത് മറിയ വന്നില്ല എങ്കിലും അവൾ തന്നെ ആരോടും കംപ്ലൈന്റ് പറയാതെ ചെയ്തതായിട്ട് കാണാൻ കഴിയും. മറിയ മൗനമായിരിക്കുകയാണ്, ഉപദേശം കേൾക്കുകയാണ്. അവൾ അങ്ങനെ കേട്ടിരുന്നപ്പോൾ അവൾക്ക് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതായ ജ്ഞാനം വർദ്ധിക്കുകയാണ്, അവനിലുള്ള വിശ്വാസം വർദ്ധിക്കുകയാണ്. അവൻ എനിക്ക് വേണ്ടി തൻ്റെ ജീവനെ യാഗമായിട്ട് നൽകാൻ പോവുകയാണെന്നുള്ളതും അവൻ മരണത്തെ ജയിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന വിഷയത്തെയും ഗ്രഹിക്കുവാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് മൗനമായി വചനം കേട്ടുകൊണ്ടിരുന്നതായ അവൾ തന്നെ മൗനമായിട്ട്
അവൾ സ്വച്ഛ ജഡമാംസി തൈലം എടുത്തുകൊണ്ടുവന്നു. അതായത് വളരെ വിലയേറിയ ഒരു തൈലമാണത്. അത്തർ. ആ കാലത്ത് സ്വച്ഛ ജഡമാംസി തൈലം അത് എത്രയും കാലം പഴകുന്നുവോ അത്രയും അത് സ്ട്രോങ് ആയി തീരുകയാണ്. അത് വിൽക്കുകയാണെങ്കിൽ ഒരുപാട് വില കിട്ടും. വളരെ വില കൂടിയതാണത്. ഒരുപക്ഷേ അവളുടെ മാതാപിതാക്കൾ അവൾക്ക് വേണ്ടി എടുത്തു വെച്ചതാവാം. അവർക്കുള്ള സമ്പത്തായിരുന്നിരിക്കാം അത്. ആ വിലയേറിയ തൈലം കൊണ്ടുവന്നിട്ട് കർത്താവിന്റെ പാദപീഠത്തിലിരുന്നവന്റെ പാദത്തിൽ അത് പൂശി. ആ വീട് മുഴുവൻ അതിന്റെ സൗരഭ്യം കൊണ്ട് നിറയുവാനിടയായി. അവിടെ ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ യൂദാ ഇസ്കരിയോത്തിനെയും കാണാം. അവന്റെ കയ്യിലാണ് പണസഞ്ചിയിരിക്കുന്നത്. യേശു എന്തിനാണ് അവനെ ട്രഷറാക്കി മാറ്റിയത് എനിക്കറിയില്ല. എനിക്ക് ഒരു കാര്യം മനസ്സിലായി, അവനും വളരെ ജാഗ്രതയോടെ ചിന്തിക്കുന്ന വ്യക്തിയാണ്. കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാൻ കഴിവുള്ള വ്യക്തിയാണ്. അങ്ങനെ ചിന്തിച്ചിരുന്ന വ്യക്തിയാണ്. എന്നാൽ ഇടയ്ക്ക് കള്ളത്തരവും കാണിക്കുമായിരുന്നു. ഒറ്റയടിക്ക് കള്ളത്തരം കാണിച്ചാൽ പിടിക്കപ്പെടുമെന്ന് പേടിച്ചിട്ട് അല്പാൽപമായിട്ട് ആരുമറിയാതെ അടിച്ചു മാറ്റുകയായിരുന്നു. ഈ കള്ളത്തരം മനസ്സിലുള്ള വ്യക്തിക്ക് എപ്പോഴും ഈ പണത്തിന്റെ കാര്യത്തിൽ അങ്ങനെ മാത്രമേ ചിന്തിക്കൂ. യൂദാ ഇസ്കരിയോത്തിന്റെ സ്വഭാവം അവന്റെ പണസഞ്ചി എപ്പോഴും നിറഞ്ഞിരിക്കണം. യേശുക്രിസ്തു ക്രൂശിലേക്ക് ഏൽപ്പിക്കപ്പെടുന്നതിന് മുൻപുള്ള 40 ദിവസമായപ്പോൾ അവന് ഒരുപാട് കഷ്ടത വർദ്ധിച്ചു. എല്ലാവരും അവന് ശത്രുക്കളായിട്ട് അവനെതിരായിട്ട് തീർന്നു. അപ്പോൾ ശരിക്കും സ്തോത്രാഴ്ചയൊന്നും കിട്ടുന്നില്ല. ഇവിടെ വലിയൊരു മീറ്റിംഗ് നടക്കുന്നുവെന്ന് പറഞ്ഞു വന്നതാണ് യൂദാ. ഏതാകുന്നു ആ മീറ്റിംഗ്? ഇവിടെ മരിച്ച ലാസർ ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് ഒരുപാട് ആളുകൾ വന്ന് ഒരുപാട് സ്തോത്രകാഴ്ച നൽകുമെന്നാണ് യൂദാ വിചാരിക്കുന്നത്. മറിയ അത്തർ എടുത്തുകൊണ്ടുവന്ന സമയത്ത് തന്നെ ഇവനത് കണ്ട് വിചാരിച്ചു, അയ്യോ, വളരെ വില കൂടിയതായ അത്തറാണിത്. ഇത് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് വില കിട്ടുമെന്നൊക്കെ ചിന്തിച്ചു. ആ സമയത്ത് അവളത് എടുത്തുകൊണ്ട് വന്നിട്ട് കർത്താവിന്റെ പാദപീഠത്തിൽ കൊണ്ടുവന്ന് പൊട്ടിച്ച സമയത്ത് അവന്റെ ഹൃദയമാണ് യഥാർത്ഥത്തിൽ പൊട്ടിയത്. പെട്ടെന്ന് അവൻ ചോദിക്കുകയാണ്, എന്തിനാണ് ഈ നഷ്ടം വരുത്തിവെക്കുന്നത്? ഇത് വിറ്റിട്ട് പാവങ്ങൾക്ക് കൊടുത്തുകൂടെ എന്ന് ചോദിച്ചു. നിങ്ങൾക്കെന്താണ് എന്ന് വേണമെങ്കിൽ മറിയയ്ക്ക് ചോദിക്കാമായിരുന്നു. യൂദാ, നിനക്കെന്താണ്, നിന്റെ കാര്യം നീ നോക്കൂ എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. എന്നാൽ മറിയ അവനെ നോക്കി മൗനമായിട്ടിരിക്കുകയാണ് ചെയ്തത്. അവിടെ ശ്രദ്ധിച്ചാൽ അവളെ ആരൊക്കെ എന്തെല്ലാം കുറ്റം പറഞ്ഞാലും ശരി, അപമാനിച്ചാലും ശരി, അവളൊന്നും തന്നെ മറുപടി പറയുന്നില്ല. അവൾ മിണ്ടുന്നില്ല. അവൾ പറയുന്നത് എന്താണ്? എനിക്ക് യേശു കൊണ്ട് അവൻ മാത്രം മതി. എനിക്ക് ഞാൻ യേശുവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുകയാണ്. അവൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് അവൻ്റെ വചനം ഞാൻ കേൾക്കുകയാണ് ചെയ്യുന്നത്. അവൻ എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെടാൻ പോകുന്ന ദൈവമാണ്. അവൻ്റെ പാദങ്ങളാണ് ഞാൻ അത്തർ പൂശുന്നത്. എൻ്റെ രക്തം കൊണ്ട് അവൻ്റെ കാൽ കഴിയാലും അത് മതിയാകില്ല. അത്രമാത്രം അവൾ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്. അത്രമാത്രം അവൾ ആരാധിക്കുന്നു. കർത്താവ് പറഞ്ഞു, അവളെ ആരും ചോദ്യം ചെയ്യുവാൻ പാടില്ല. എവിടെയെല്ലാം സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നുവോ അവിടെല്ലാം ഇവൾ ചെയ്തതായ ഈ മഹത് കാര്യം സുവിശേഷിക്കപ്പെടുവാൻ ഇടയാകുമെന്ന് പറഞ്ഞു കർത്താവ്. മറിയ ചെയ്ത ആ കാര്യത്തിന്റെ സുഗന്ധം ഇപ്പോൾ നിങ്ങളുടെ നടുവിലുമുണ്ടാകുന്നു. ആളുകൾ ഏതോ കുറച്ചു കാര്യം ചെയ്തിട്ട് പേരെടുക്കാനും എന്തെങ്കിലും ചെയ്തിട്ട് പ്രതിഫലം കിട്ടുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ മറിയയിൽ ഉള്ളതായ ശ്രേഷ്ഠത എന്താണെന്ന് നോക്കുക. ആരാണോ ഏറ്റവും കൂടുതൽ കർത്താവിനെ സ്നേഹിക്കുന്നത്, ആരാണോ ഏറ്റവും കൂടുതൽ കർത്താവിന്റെ സ്നേഹത്തെ മനസ്സിലാക്കുന്നത്, ദൈവത്തിന്റെ വചനത്തെ ഉള്ളത്തിൽ ഏറ്റവും കൂടുതൽ നിറയ്ക്കുന്നത്, അവർ അവർക്കുള്ള സകലത്തിനെയും ദൈവത്തിന് കൊടുക്കുവാൻ ഇഷ്ടപ്പെടും. യേശുക്രിസ്തു മാർത്തയെയും മറിയയെയും ലാസറിനെയും 3 പേരെയും സ്നേഹിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ആഹാരം കൊടുത്തുകൊണ്ടാണോ സ്നേഹിച്ചത്? അല്ല. ഇവൾ അത്തർ നൽകിയത് കൊണ്ടാണോ സ്നേഹിച്ചതെന്നാണോ? അല്ല. ലാസർ എന്തു ചെയ്തിട്ടാണ് സ്നേഹിച്ചത്? ലാസർ മരിച്ച് 4 ദിവസം കഴിഞ്ഞു. അവന്റെ സഹോദരിമാർ യേശുവിന് കത്തയച്ചു. നീ സ്നേഹിക്കുന്നവൻ രോഗബാധിതനായി കിടക്കുന്നു എന്ന് പറഞ്ഞ സമയത്ത് കർത്താവ് വന്നില്ല. വരാതിരുന്നപ്പോൾ അവൻ എന്തു ചിന്തിച്ചിരുന്നിരിക്കാം? ലാസർ എന്തു വിചാരിച്ചിരിക്കാം? ശരിയാണ്, ഞാൻ യേശുവിന് ഇതുവരെ ഒരു സ്തോത്രം പോലും പറഞ്ഞിട്ടില്ലല്ലോ. യേശുക്രിസ്തുവിന് അത്രോ അവൻ ആഹാരമോ ഞാൻ കൊടുത്തിട്ടില്ലല്ലോ. യേശുവിന് എന്നോട് അത്ര വലിയ സ്നേഹമൊന്നുമില്ല, അതുകൊണ്ട് അവൻ വരില്ല എന്ന് വിചാരിച്ചാണ് അവൻ മരിച്ചത്. എല്ലാവരും ഒരുപക്ഷെ അവർ മറ്റുള്ള രണ്ടുപേരും വിചാരിച്ചിരുന്നിരിക്കാം, ലാസറിനെയും യേശു സ്നേഹിക്കുന്നുണ്ടെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. ലാസർ യേശുവിന് ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ലല്ലോ, അതുകൊണ്ടായിരിക്കും യേശു സ്നേഹിക്കാത്തത് എന്നവർ വിചാരിച്ചിരുന്നിരിക്കാം. എന്നാൽ 4 ദിവസം കഴിഞ്ഞതിന് ശേഷം യേശു വന്നു. എന്തിനാണ് വന്നത്? ആഹാരം കഴിക്കാനാണ് വന്നത്? കരയുന്നവരെ ആശ്വസിപ്പിക്കാനാണോ വന്നത്? എന്താണ്? ആ ലാസറിനെ സ്നേഹിച്ചത് കൊണ്ടാണ് യേശു ക്രിസ്തു വന്നത്. ലാസറിന്റെ ശരീരം മരിച്ച് 4-ാം ദിവസം നാറ്റം വമിച്ചിട്ടും സ്നേഹത്തോടുകൂടി അവൻ വിളിച്ച വിളിയാൽ ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ തന്നെ മരിച്ച് 4 ദിവസം കഴിഞ്ഞ് നാറ്റം വമിച്ച അവസ്ഥയിലുണ്ടായിരുന്ന അവന്റെ ശവം ജീവൻ വെച്ച് പുറത്തു വന്നു. കർത്താവ് നമ്മെ സ്നേഹിക്കുന്നത് ഒരു സീസണിൽ മാത്രമല്ല, നമുക്ക് സുഖവും സന്തോഷവും ഉള്ളപ്പോൾ മാത്രമല്ല, നാം മരിച്ചു കഴിഞ്ഞെന്നാലും, നാം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയാലും ശരി, നാം മരിച്ചു പോയാലും ശരി, അവന്റെ സ്നേഹം നമ്മെ വിട്ട് മാറുകയില്ല. അവന്റെ രാജ്യത്തിന്റെ അവകാശിയായി തീരുന്നത് വരെയും അവൻ നമ്മെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. ഈ ദിവസം
ഒന്നാമതായി, ഒരു നിമിഷം ആലോചിക്കുക, എത്ര പേർക്ക് പറയാൻ കഴിയും യേശു ക്രിസ്തു എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്താമോ? നഷ്ടം സംഭവിക്കുമ്പോൾ, നിങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ, നിങ്ങളുടെ ബന്ധുക്കൾ മരിക്കുമ്പോൾ, നിങ്ങൾക്ക് ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ, നിനക്ക് അപമാനമുണ്ടാകുമ്പോൾ, നിന്ദകളുണ്ടാകുമ്പോൾ, മറ്റുള്ളവർ നിന്നെ മാറ്റി നിർത്തുന്ന സമയത്ത്, മറ്റുള്ള ആളുകൾ നിന്നേക്കാൾ ഉയർച്ച പ്രാപിക്കുന്നതായ സമയത്ത്, മറ്റുള്ള ആളുകൾ നിന്നേക്കാൾ അനുഗ്രഹിക്കപ്പെട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത്, നീ ദാരിദ്ര്യ അവസ്ഥയിലായിരിക്കുന്ന സമയം, നീ ചിന്തിക്കുന്നുണ്ടോ യേശുക്രിസ്തു സത്യമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എന്ന് ചിന്തിക്കുന്നുണ്ടോ? ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ. യേശു എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നീ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ടോ? സ്നേഹിക്കുന്നു എന്നതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളെ പരിഗണിക്കും, നമ്മൾ കഴിച്ചോ ഇല്ലയോ എന്ന് അന്വേഷിക്കും, നമ്മുടെ ആവശ്യങ്ങളെല്ലാം നടത്തിത്തരും. നിങ്ങളുടെ മാതാപിതാക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവർ ആഹാരം കഴിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ കഴിക്കുന്നതിന് വേണ്ടി അവർ പരിശ്രമിക്കുന്നത്. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി തരുന്നത്, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ചിന്തിക്കൂ, എന്തുകൊണ്ട് അവർ ചെയ്തു തരണം? അങ്ങനെ എന്തെങ്കിലും നിയമമുണ്ടോ? നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രം. ലോകത്തിലുള്ള മാതാപിതാക്കൾ അത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്വർഗീയ പിതാവ് നിങ്ങൾക്ക് വേണ്ടി ജീവനെ നൽകിയ നിങ്ങളുടെ കർത്താവ് നിങ്ങളെ എത്രത്തോളം സ്നേഹിക്കും, എത്രത്തോളം സ്നേഹിക്കും. ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കരുത്, എൻ്റെ ജീവിതം ഇങ്ങനെയേ പോവുകയുള്ളൂ, ഞാൻ അനുഗ്രഹം പ്രാപിക്കില്ല, ഞാൻ നന്മ പ്രാപിക്കില്ല എന്ന ആലോചനകൾക്ക് നിങ്ങൾ ഇടം കൊടുക്കരുത്. പരീക്ഷ തോറ്റുപോയാലും ശരി, ജോലി അന്വേഷിച്ചിട്ട് കിട്ടിയില്ലെങ്കിലും ശരി, കുടുംബത്തിൽ കലഹമുണ്ടാകുമ്പോൾ, അസമാധാനമുണ്ടാകുന്ന സമയത്ത് ഈ കുടുംബം ഇനി മുൻപോട്ട് പോവുകയില്ല, ഈ കുടുംബം അനുഗ്രഹം പ്രാപിക്കുകയില്ല എന്ന ആലോചനകൾക്ക് ഇടം കൊടുക്കരുത്. നിങ്ങളൊന്ന് കണ്ണുകൾ ഉയർത്തി നോക്കിയാൽ നിങ്ങളെ നോക്കി കരം നീട്ടി നിൽക്കുന്ന യേശു ക്രിസ്തുവിനെ കാണുവാൻ കഴിയും. ദൈവത്തിന്റെ വചനം പറയുന്നു, മത്സരിക്കുന്ന ആളുകളുടെ നേരെ ദിവസം മുഴുവനും എൻ്റെ കൈകൾ ഞാൻ നീട്ടിപ്പിടിച്ചിരിക്കുകയാണ് എന്ന്. അനുസരിക്കാത്തവരുടെ നേരെയാണ്, അനുസരിക്കുന്നവരുടെ നേരെയല്ല. അനുസരിക്കാത്തവരുടെ നേരെ ദിവസം മുഴുവനുമല്ല, ജീവിതകാലം മുഴുവനും നിന്നെ ചേർത്ത് പിടിക്കുവാൻ, നിന്നെ കരം പിടിച്ച് നടത്തുവാൻ വേണ്ടി ജീവിതകാലം മുഴുവനും അവൻ കരം നീട്ടി നിൽക്കുന്നു. നിന്റെ തൊട്ട് പിന്നാലെ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് റിപ്പന്റ് എന്ന് പറഞ്ഞാൽ ടേൺ ബാക്ക് എന്നാണ്. നിന്റെ കൂടെ അവനുണ്ട്, നീ വീണു പോകാതായിരിക്കാൻ. നീ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ സ്നേഹത്തോടെ കരങ്ങൾ നീട്ടി നിൽക്കുന്നതായ കർത്താവിനെ നിനക്ക് കാണുവാനായിട്ട് കഴിയും. നിന്നെ വിടുവിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കർത്താവ്. നീ വീണ് കിടക്കുകയാണെങ്കിൽ നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ, നിന്നെ സ്നേഹിക്കുവാനായി. ആ മുടിയനായ പുത്രനെ കുറിച്ച് നമുക്കറിയാൻ കഴിയും. പിതാവിന്റെ ഭവനം വിട്ട് അവൻ ഇറങ്ങിപ്പോയി, തന്റെ സമ്പത്തെല്ലാം വൃഥാവാക്കി കളഞ്ഞു. അവൻ സുഖം അന്വേഷിച്ച് നടന്നു, ആഡംബര ജീവിതം നയിച്ചു. എന്നാൽ അവസാനം എല്ലാം നഷ്ടപ്പെട്ടിട്ട് അവന് സുബോധം തിരിച്ചു കിട്ടി എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അവന് ബുദ്ധി വന്നു, അവൻ മനസ്സിലാക്കി, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലെ വേലക്കാർ പോലും വയറു നിറച്ച ആഹാരം കഴിക്കുന്നു, ഞാനിവിടെ പന്നി കഴിക്കുന്നതായ ആഹാരം തിന്നാണ് ജീവിക്കുന്നത് എന്നവൻ തിരിച്ചറിഞ്ഞിട്ട് അവൻ മനസ്സിലാക്കി. തിരിച്ച് പിതാവിൻ്റെ ഭവനത്തിലേക്ക് വന്നപ്പോൾ പിതാവ് അവനെ നോക്കി എന്തു ചെയ്തു? അവൻ്റെ അടുക്കൽ അവൻ വരുന്നത് ദൂരത്ത് നിന്ന് കണ്ടെന്ന് പറയുമ്പോൾ പിതാവ് എന്താണ് ചെയ്തിരുന്നത്? ആ അപ്പൻ കാത്തിരിക്കുകയായിരുന്നു. എന്തിനാണ് കാത്തിരുന്നത്? പോയി വിളിച്ചോണ്ട് വന്നാൽ പോരെന്ന് ചോദിക്കും. അങ്ങനെ വിളിച്ചോണ്ട് വന്നെന്ന് വിചാരിക്കുക, വീണ്ടും 2-ാം ദിവസം തന്നെ ഇറങ്ങിപ്പോകാനിടയാകും. അനുതാപം കൂടാതെ ഒരു വ്യക്തിയെ നമുക്ക് കൂട്ടുവാൻ കഴിയില്ല. കർത്താവ് നമ്മയെല്ലാം സ്നേഹിക്കുന്നുണ്ട്, എന്നാൽ ആ സ്നേഹം എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം ആ സ്നേഹത്തിനുള്ള പ്രതികരണം നിന്നിൽ നിന്ന് വരുന്നില്ല എങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം നിന്നിൽ നിൽക്കില്ല. നിങ്ങളൊരു കുടം കമഴ്ത്തി വെച്ചിട്ട് കുടം കണക്കിന് വെള്ളം ഒഴിച്ചാലും എന്താണ് സംഭവിക്കുന്നത്? അതൊഴുകിപ്പോകും. ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്, എന്നാൽ ആ സ്നേഹം മുഴുവൻ വൃഥാവായി പോകുന്നു. കാരണം നീ അതിനെ സ്വീകരിക്കുന്നില്ല. ഈ കാലത്ത് മനുഷ്യരുടെ തെറ്റുകൾ അവർ അറിയുന്നില്ല, അവരത് സമ്മതിക്കുന്നില്ല, ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്നില്ല. യഥാർത്ഥമായി ദൈവം സ്നേഹിക്കുന്നുണ്ട് നിന്നെ എന്ന് നീ അറിഞ്ഞാൽ നീ ആരെയാണ് സ്നേഹിക്കേണ്ടത്? ശ്രദ്ധിക്കുക, നാം എല്ലാവരെയും, നാം പാപം ചെയ്തവരാണെങ്കിലും അല്ലെങ്കിലും, നാം ദൈവത്തെ ആരാധിച്ചവരാണെങ്കിലും ആരാധിച്ചില്ല എങ്കിലും, പാട്ടുപാടുന്നവരാണെങ്കിലും അല്ല എങ്കിലും, ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിച്ചെങ്കിലും ഇല്ലെങ്കിലും, നമ്മെ എല്ലാവരെയും ദൈവം ഒരുപോലെ തന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന ഒന്നാമത്തെ വിഷയം നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ വിശ്വാസിയാണ്, എന്നെക്കുറിച്ചേ സ്നേഹിക്കുന്നുള്ളൂ, എന്നാൽ ദേവദാസിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹം പാസ്റ്ററായത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. എന്നെ സ്നേഹിക്കുന്ന അത്രയും തന്നെ നിങ്ങളെയും ആ കർത്താവ് സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളത് മനസ്സിലാക്കുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളത് അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നില്ലായിരിക്കാം. നിങ്ങളും ദൈവം പറയുന്ന അനുസരിച്ചുകൊണ്ട്, ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവത്തിന്റെ ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ട്, എന്തിനേക്കാൾ ഉപരിയായിട്ട് കർത്താവിനെ സ്നേഹിച്ച് പാപം ചെയ്യാതെ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നിങ്ങളെയും കർത്താവ് അങ്ങനെ സ്നേഹിക്കും, അനുഗ്രഹിക്കുകയും ചെയ്യും.
എന്നെ അനുഗ്രഹിച്ചതുപോലെ നിന്നെയും കർത്താവ് അനുഗ്രഹിക്കുവാനിടയാകും. അബ്രഹാമിനെയും ഇസഹാക്കിനെയും ഒക്കെ അനുഗ്രഹിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ദൈവം ഇസ്രായേൽ ജനത്തെ സ്നേഹിച്ചതായ കർത്താവ് യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് അവന്റെ മക്കളായ എല്ലാ വ്യക്തികളെയും സ്നേഹിക്കുന്നതിന് വേണ്ടി എപ്പോഴും ഒരുക്കത്തോടെയായിരിക്കുന്നു. യേശുവിന്റെ സ്നേഹം മാറാത്ത സ്നേഹമാണ്. നീ എത്രമാത്രം അത് രുചിച്ചറിയുന്നുവോ, എത്രമാത്രം നീ ആ സ്നേഹത്തിൽ ആഴ്ന്നിറങ്ങുന്നുവോ, എത്രത്തോളം അനുഭവിക്കുന്നുവോ, അത്രത്തോളം നീ അനുഗ്രഹം പ്രാപിക്കും. ഒരുപക്ഷേ ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നില്ല എന്ന് നിങ്ങളിൽ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കുറ്റമല്ല, നിങ്ങളുടെ കുറ്റമാണ്. നിങ്ങൾ എന്നോട് ചോദിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്കത് ലഭിക്കാത്തത്. നിങ്ങളുടെ സന്തോഷം സമ്പൂർണ്ണമാകേണ്ടതിന് വേണ്ടി നിങ്ങൾ എന്നോട് ചോദിക്കുക. നിങ്ങൾക്കത് നൽകാമെന്ന് പറഞ്ഞു. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞു. ഇക്കാലത്ത് നോക്കൂ, മനുഷ്യരുടെ പിന്നാലെ ചെന്ന് അവരോട് സഹായം അഭ്യർത്ഥിക്കുന്നു, യാചിക്കുന്നു. മനുഷ്യരുടെ അടുക്കൽ നിന്ന് സഹായം നേടുന്നു. അവരുടെ പുകഴ്ച, അവരുടെ നന്മകൾ നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. എന്നാൽ എപ്പോഴെങ്കിലും നിങ്ങൾ യേശുക്രിസ്തുവിന്റെ കൃപയ്ക്ക് വേണ്ടി, അവന്റെ ദയയ്ക്ക് വേണ്ടി യാചിച്ചിട്ടുണ്ടോ? അവന്റെ സ്നേഹത്താൽ നിറയണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? അവന്റെ നാമത്തിനു വേണ്ടി നിൽക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? അവന്റെ വേല ചെയ്യുവാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ? നിന്നെ അനുഗ്രഹിക്കുന്ന കർത്താവ് നിന്റെ ജീവിതത്തിലില്ലെങ്കിൽ നീ ലോകത്തിൽ എന്തെല്ലാം പരിശ്രമങ്ങൾ നടത്തിയാലും അത് വൃഥാവാണ്. ദൈവം നിന്നെ അനുഗ്രഹിച്ചാൽ അത് എന്നത്തേക്കുമുള്ളതായ അനുഗ്രഹമാണ്. നിങ്ങൾ ഒന്ന് പഠിക്കുക, വിശ്വാസം എന്നത് പഠിക്കുക. എല്ലാറ്റിലും ഉപരിയായി നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഒന്നാം സ്ഥാനം കർത്താവിന് കൊടുക്കുക. നീ എങ്ങനെയുള്ള വ്യക്തിയാണെങ്കിലും, നീ എത്ര ബലഹീനനാണെങ്കിലും, എത്ര കഴിവില്ലാത്തവനാണെങ്കിലും, എത്ര സാമർഥ്യം ഇല്ലാത്തവനാണെങ്കിലും, എത്ര തിരക്കുള്ളവനാണെങ്കിലും, എത്ര കഴിവുള്ളവനാണെങ്കിലും, നിന്നെ നീ കർത്താവിന് വേണ്ടി സമർപ്പിക്കുക. കർത്താവ് എന്നെയും നിന്നെയും എല്ലാവരെയും ഒരുപോലെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ഒരേ സ്നേഹമാണ് അവനുള്ളത്. ദൈവം അവനെത്ര പാപിയെയും സ്നേഹിക്കും. ഏതവസ്ഥയിലുള്ളവനെയാണെങ്കിലും സ്നേഹിക്കും. ഏത് തകർച്ചയിലുള്ളവനെയാണെങ്കിലും സ്നേഹിക്കും. മനുഷ്യന്റെ സ്നേഹത്തിൽ നാം വിശ്വസിച്ച് വഞ്ചിക്കപ്പെട്ട് തളർന്നു പോകുന്നു. ഈ ദിവസം മുതൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിൽ വയ്ക്കുക. എന്നോടൊപ്പം ചേർന്ന് നിങ്ങൾ പറയുക, നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങൾ പറയുക, യേശുക്രിസ്തു എന്നെ സ്നേഹിക്കുന്നുണ്ട്. യേശു എന്നെ സ്നേഹിക്കുന്നുണ്ട്. പറയൂ. എപ്പോഴാണെങ്കിലും നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവർ ഞെട്ടിപ്പോകും നിങ്ങൾ ഈ വാക്ക് പറഞ്ഞല്ല. ചുറ്റുപാടുമുള്ളവർ നീ ഒന്നിനും കൊള്ളത്തില്ല, നീ ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറയുമ്പോൾ പറയണം, യേശു എന്നെ സ്നേഹിക്കുന്നുണ്ട്. അവർ പറയും, നീ ഗുണം പിടിക്കില്ല, നീ നന്നാവില്ല. അപ്പോൾ പറയണം, യേശു എന്നെ സ്നേഹിക്കുന്നുണ്ട്. അതെ, ഇത് തമാശയല്ല, ഇത് സത്യമാണ്. അതെ, ഒന്നിനും കൊള്ളാത്തവരെ, പ്രയോജനമില്ലാത്ത ആളുകളെ ദൈവം തിരഞ്ഞെടുത്തു. യോഗ്യതയില്ലാത്തവരെ ദൈവം തിരഞ്ഞെടുത്തു. കഴിവില്ലാത്തവരെ അവൻ തിരഞ്ഞെടുത്തു. ഈ ദിവസം ആ ദൈവത്തിന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് അനുഗ്രഹിക്കപ്പെടൂ. ഇപ്പോൾ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, പ്രാർത്ഥിക്കാം. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, നിന്റെ മക്കളെ എല്ലാം നീ ഇപ്പോൾ ദർശിക്കണമേ. അവരുടെ മനസ്സുകളിൽ എടുത്ത തീരുമാനത്തെ നീ ഇന്ന് കാണുമാറാകണമേ. ഈ ദിവസം അവർക്കൊരു വിടുതലിന്റെ ദിവസമാക്കി മാറ്റണമേ. ഈ ദിവസം തന്നെ നസ്രയനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ സകല പാപത്തിന്റെ ബന്ധനത്തെയും ഞങ്ങൾ അഴിച്ചുകളയുകയാണ്. നിരാശ കൊണ്ടുവരുന്ന ദുഷ്ടന്റെ ആത്മാവിനെ ഞങ്ങൾ തകർക്കുകയാണ്. നിരാശ കൊണ്ടുവരുന്നതായ ആത്മാവിനെ ബന്ധിക്കുകയാണ് കർത്താവേ. സകലവിധമായ ഞെരുക്കത്തിൽ നിന്നും നിന്റെ മക്കളെ നീ വിടുവിക്കുമാറാകണമേ. ഞാനൊരു ഗുണമില്ലാത്തവനാണ്, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിരുന്നതായ ലാസറിനെ പോലെയുള്ളവനെ എഴുന്നേൽപ്പിച്ചതുപോലെ നിന്റെ നാമത്തിനു വേണ്ടി നിൽക്കുവാൻ ജനത്തെ എഴുന്നേൽപ്പിക്കണമേ. ഇതാ എന്റെ ജീവിതത്തെ കർത്താവിന് വേണ്ടി സമർപ്പിക്കുകയാണ്. എന്റെ സർവ്വതും കർത്താവിന് വേണ്ടി സമർപ്പിക്കുകയാണ്. അങ്ങനെ സമർപ്പിച്ച മറിയെ പോലെ നിനക്ക് വേണ്ടി ഞങ്ങൾക്കും സമർപ്പിക്കുവാനും നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും കൃപ നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ തെറ്റുകളെ മനസ്സിലാക്കിക്കൊണ്ട് മാർത്തയെ പോലെ മാനസാന്തരപ്പെട്ട് ഞങ്ങളുടെ തെറ്റുകളെ മനസ്സിലാക്കാൻ സഹായിക്കണമേ. ഞങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കണമേ. ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. നിന്നോട് ചേർന്ന് നടക്കുവാനായിട്ട് ഭയമില്ലാതെ ധൈര്യത്തോടുകൂടി വിശ്വാസത്തോടെ ഈ ലോകത്തിൽ മുൻപോട്ട് പോകാൻ എന്റെ യേശുക്രിസ്തു എന്റെ കൂടെയുണ്ട്, എന്നെ അവൻ സ്നേഹിക്കുന്നുണ്ട് എന്ന വിശ്വാസത്തോടുകൂടി മുൻപോട്ട് പോകുവാൻ സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ,
യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും യേശുവേ 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 യേശുവേ